അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. തദബ്ബുർ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ഉപമയെ പറ്റിയാണ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ അവിശ്വാസികളുടെ കർമ്മത്തെ, അല്ലെങ്കിൽ അവരുടെ കർമ്മം എത്രത്തോളമാണ് ഇരുട്ടിലാകുന്നത്, നശിച്ചു പോകുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള, അത് എത്രത്തോളം മായയാണ് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഉപമ സൂറത്ത് നൂറിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതിനെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് പറയുന്നത്. ഞാൻ ആദ്യം ഒന്ന് പാരായണം ചെയ്യാം. 24-ാം അധ്യായം സൂറത്ത് നൂറിലെ 39-40 വചനങ്ങൾ. أعوذ بالله من الشيطان الرجيم والذين كفروا أعمالهم كسراب بقيعة يحسبه الظمآن ماء حتى إذا جاءه لم يجده شيئا ووجد الله عنده فوفاه حسابه والله سريع الحساب أو كظلمات في بحر لجي يغشاه موج من فوقه سحاب ظلمات بعضها فوق بعض إذا أخرج يده لم يكد يراها ومن لم يجعل الله له نورا فما له من نور. ഈ വചനങ്ങൾ വലിയ ആശയങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വല്ലദീന കഫറു, അവിശ്വാസികളായിട്ടുള്ള ആളുകൾ. അഅ്മാലുഹും, സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ. അഅ്മാലുഹും, അവരുടെ പ്രവൃത്തികൾ, അവരുടെ കർമ്മങ്ങൾ. കസറാബിൻ ബിഖീഅ, മരുഭൂമിയിലെ മരീചിക പോലെയാണ് എന്നാണ് പറഞ്ഞത്. യഹ്സബുഹു ളംആനു മാഅ, ദാഹിച്ചു വലയുന്നവൻ അത് കണ്ടിട്ട് വെള്ളമാണ് എന്ന് വിചാരിക്കുന്നു. ദൂരെ നിന്ന് കാണുമ്പോൾ വെള്ളമാണ് എന്ന് വിചാരിക്കുന്നു, പക്ഷെ യഥാർത്ഥത്തിൽ അത് മരീചികയാണ്. ഹത്താ ഇദാ ജാഅഹു, അങ്ങനെ അവൻ അതിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ലം യജിദ്ഹു ഷൈഅ, അവിടെ അവൻ ഒന്നും കാണുന്നില്ല. അവിടെ വെള്ളമോ ഒന്നും കാണുന്നില്ല. അവൻ വലിയ പ്രതീക്ഷയോടുകൂടി ദാഹിച്ചു വലഞ്ഞ സന്ദർഭത്തിൽ അങ്ങോട്ട് പോയതാണ്, പക്ഷെ അത് മരീചിക ആയിരുന്നു, മിറാഷ്. അതെ. വവജദല്ലാഹ ഇൻദഹ്, അവിടെ അവൻ കണ്ടെത്തുന്ന അള്ളാഹുവിനെയാണ്. ഫവഫാഹു ഹിസാബഹ്, അങ്ങനെ അവന്റെ കണക്ക്, അവന്റെ വിചാരണ അള്ളാഹു അവന് നൽകുന്നു. അതായത് അവന്റെ പ്രതിഫലം അള്ളാഹു അവന് നൽകുന്നു. വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു വിചാരണ വേഗം കഴിക്കുന്നവനാണ് എന്നാണ്, വേഗത്തിൽ തീർക്കുന്നവനാണെന്നാണ്. അപ്പൊ ഇവിടെ പറഞ്ഞത്, ഇയാളുടെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്, അതായത് ഒരു അവിശ്വാസി, ഒരു സത്യനിഷേധി ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാകും. പക്ഷെ ആ കർമ്മങ്ങൾ ചെയ്യുന്നതിനെ കൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത് പ്രതിഫലം കിട്ടുക എന്നതായിരിക്കും. വലിയ വലിയ പുണ്യങ്ങൾ കരസ്ഥമാക്കുക, അങ്ങനെ പല എന്ത് നേട്ടങ്ങളാകാം, അതിലൂടെ നേട്ടങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നും ധരിക്കുന്നുണ്ടാവും. അതെ, നേട്ടങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും ധരിക്കുന്നുണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ അയാളുടെ പ്രതിഫലം വാങ്ങേണ്ടുന്നൊരു സന്ദർഭം എത്തിയാൽ, അതായത് അള്ളാഹുവിന്റെ വിചാരണന്റെ സന്ദർഭം എത്തിയാൽ, അയാൾ പ്രതിഫലം കിട്ടാൻ വേണ്ടിയുള്ള വലിയ ആത്മവിശ്വാസത്തോടെ ആയിരിക്കും പോവുക. പക്ഷേ പടച്ചവന്റെ അടുത്ത് അവിടെ ഒന്നും കാണൂല, കർമ്മങ്ങളൊന്നും കാണൂല, ചെയ്ത കർമ്മങ്ങളൊന്നും കാണൂല. പക്ഷെ അവിടെ കണ്ടെത്തുക അള്ളാഹുവിനെയാണ്, അള്ളാഹുവിന്റെ കർശനമായ വിചാരണയാണ്. ഇതാണ് സത്യനിഷേധികളുടെ പ്രവൃത്തികളുടെ ഉപമ എന്നാണ് കാണാൻ കഴിയുന്നത്. ഇതിനടുത്ത് തൊട്ട് ശേഷം അല്ലെങ്കിൽ ഇതുപോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു വേറൊരു ഉപമ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അവിടെ ഈ ഉപമയാണ് യഥാർത്ഥത്തിൽ എ ജബ്ബാറും എം എം അക്ബർ സാറും തമ്മിലുള്ള സംവാദത്തിനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ആയത്ത്. ജബ്ബാറിന്റെ വെല്ലുവിളി ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത്, അന്നത്തെ അറബികൾക്ക് അറിയാത്ത പുതിയൊരു ശാസ്ത്ര അറിവ് ഏതെങ്കിലും ഒന്ന് ഖുർആൻ നൽകുന്നുണ്ടെങ്കിൽ അത് ഇതൊക്കെ ഒഴിവാക്കി ഇസ്ലാം സ്വീകരിക്കുന്നൊക്കെ പറഞ്ഞു. ശാസ്ത്രീയമായിട്ട് തന്നെ ഇങ്ങനെ ഉണ്ട്, ഇത് പുതിയ കണ്ടെത്തലാണ്, അന്നത്തെ അറബികൾക്ക് അറിയാത്തതായിരുന്നു എന്ന് എം എം അക്ബർ സാറ് അവിടെ വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്തു. പക്ഷെ എന്നിട്ടും ജബ്ബാർ അങ്ങനെ സ്വീകരിച്ചിട്ടൊന്നുമില്ല, അത് വേറെ വിഷയം. ജബ്ബാർ എന്നിട്ട് അതിന് ശേഷം പറഞ്ഞ ന്യായം ഭയങ്കര കോമഡിയാണ്. അതായത് സംവാദത്തിൽ
ജബ്ബാർ ജയിച്ചെങ്കിലും ശരിക്ക് അതായത് അക്ബർ ജയിച്ചെങ്കിലും ആത്യന്തികമായി വിജയിച്ചത് ഞാനാണെന്നുള്ള രൂപത്തിൽ. ശരിയാണ്. സംവാദത്തിൽ അക്ബർ ജയിച്ചെങ്കിലും ആത്യന്തികമായി വിജയിച്ചത് ഞാനാണെന്നുള്ള രൂപത്തിലാണ് അവർ പറയുന്നത്. അപ്പോൾ ഏതായാലും ആ സംവാദത്തിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി എം എം അക്ബർ സാറ് അതിന് തെളിവായിട്ട് ജബ്ബാർ മാഷിന്റെ വെല്ലുവിളിക്ക് സ്വീകരണമായിട്ട് ഇവിടെ അവതരിപ്പിച്ച ഒരായത്തും കൂടിയാണ് ഇനി പറയാൻ പോകുന്ന ആയത്ത്. ഔക്കലുലുമാത്തിൻ ഫി ബഹ്രിൻ ലുജ്ജി, അല്ലെങ്കിൽ ആഴമുള്ളൊരു കടലിനെ പോലെയാണ് അവിശ്വാസികളുടെ കർമ്മങ്ങളുടെ ഉപമ. ഇരുട്ടുകളെ, അതെ, ആഴമുള്ള കടലിലെ ഔക്കലുലുമാത്തിൻ ഫി ബഹ്രിൻ ലുജ്ജി, ആഴമുള്ള കടലിലെ, ആഴമേറിയ കടലിലെ ഇരുട്ടുകളെ പോലെയാണ്. ഇരുട്ടുകൾ എന്നാണ് പറയുന്നത്, ഇരുട്ടെന്നുമല്ല. അതുപോലെയാണ് അവിശ്വാസികളുടെ കർമ്മങ്ങൾ. യഗ്ഷാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജ്, തിരമാലയ്ക്ക് മേൽ തിരമാല മൂടുന്നു. ആ ഇരുട്ടിനെ തിരമാല മൂടുന്നു, അതിന് മുകളിൽ വീണ്ടും ഒരു തിരമാല. യഗ്ഷാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജ്, ഒരു തിരമാലക്ക് മീതെ വേറൊരു തിരമാല മൂടുന്നു. അതേപോലെ മിൻ ഫൗഖിഹി സഹാബ്, അതിന്റെ മുകളിൽ മേഘവുമുണ്ട്. അപ്പൊ ഇങ്ങനെ തിരമാലകൾക്ക് മേലെ തിരമാലകളായിട്ട് അതിങ്ങനെ മൂടുന്നു. ആ ഇരുട്ടിനെ പോലെയാണ് അവിശ്വാസികളുടെ അല്ലെങ്കിൽ സത്യനിഷേധികളുടെ പ്രവർത്തനം. ആ ഇരുട്ടിന്റെ മുകളിൽ ഒരു തിരമാലുണ്ട്, ആ തിരമാലിന് മുകളിൽ വേറൊരു തിരമാലുണ്ട്, അതിന്റെ മേലെ വേറൊരു മേഘമുണ്ട്. ഇങ്ങനെ കുറെ ഇരുട്ടുകളെ പോലെയാണ് ഒരു സത്യനിഷേധിയുടെ ഉപമ എന്നുള്ളത് പറയാം. സത്യനിഷേധ കർമ്മങ്ങളുടെ ഉപമ എന്ന് പറയാം. പിന്നെ ഗുലുമാത്തും ബഅദുഹ ഫൗക ബഅദ തന്നെ, അതായത് ഒന്നിനു മീതെ ഒന്നായിട്ട് ഇങ്ങനെ ഇരുട്ടുകൾ. ഇദാ അഖ്റജ യദഹു, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവിടെ ആ കടലിൽ നിന്ന് കൈയൊന്ന് പുറത്തേക്ക് ഇട്ടാൻ ശ്രമിച്ചാൽ ലം യകദ് യറാഹ, അവൻ അതുപോലും കാണാൻ കഴിയില്ല, അത്ര ഇരുട്ടാണ്. മുഖത്തേക്ക് കൈ പിടിച്ചാൽ അതുപോലും കാണാൻ കഴിയില്ല എന്നുള്ള. വമല്ലം യജഅലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. എന്നിട്ട് അള്ളാഹു ഈ ഉപമ പറഞ്ഞതിന് ശേഷം പറയാണ്, അള്ളാഹു ആർക്ക് പ്രകാശം കൊടുത്തിട്ടില്ല അവന് പിന്നെ പ്രകാശമില്ല എന്ന രൂപത്തിൽ അള്ളാഹു പറയുന്നത്. അപ്പോൾ വളരെ സുന്ദരമായി ഒരു സത്യനിഷേധിയുടെ മനസ്സിനെ, ഒരു സത്യനിഷേധിയുടെ കർമ്മങ്ങളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ നമുക്ക് അറിയിച്ചു തരാം. ഒരുപാട് അടരുകളുള്ള രണ്ടായത്തുകളാണ്. അപ്പൊ ആദ്യത്തെ ആയത്തില് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്ന് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, അഥവാ നമ്മൾ ഈ ശരിക്കും പ്രതിഫലം ലഭിക്കുമെന്ന തെറ്റിദ്ധാരണയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതിനെന്തോ പുണ്യമുണ്ടെന്നുള്ള ധാരണയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതെനിക്കും ശരിക്കും ഞാൻ റിവാർഡഡ് ആവുമെന്ന് കരുതി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അത് ആ കിട്ടേണ്ട സമയമാകുമ്പോൾ അവൻ വെള്ളം പ്രതീക്ഷിച്ച് അതിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്ന് ഖുർആൻ പറയുന്നു. അവിടെ എത്തുമ്പോഴാണ് അവൻ എന്ത് ചെയ്യുന്നത്, അത് ഒന്നും കാണാത്തൊരവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടേക്ക് പോയി പ്രതിഫലം ലഭിക്കേണ്ട മൊമെന്റ് ആകുമ്പോൾ സമയം കഴിഞ്ഞു. ഏത് ചിന്തിക്കേണ്ട സമയം, പ്രവർത്തിക്കേണ്ട സമയം, അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ ആ ഒരു കാര്യം കിട്ടേണ്ട ഒരു സമയമായി. ആ സമയമാകുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതില്ലായിരുന്നു എന്നുള്ളത്, ഇതവിടെ ശരിക്കില്ല എന്നുള്ളത്. എത്രത്തോളം വലിയ നിരാശയാണ് ഒരാൾക്ക് ആ വേളയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് ഇവരുടെ കർമ്മങ്ങൾ, ഇവരുടെ അന്ധത കാരണം നഷ്ടപ്പെടാണ്, നിഷ്ഫലമായി പോകുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഇവരെല്ലാ രൂപത്തിലുള്ള സൽക്കർമ്മങ്ങളും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാകും. ഇപ്പോൾ പല ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്, മുസ്ലിം ആയില്ലെങ്കിൽ നമ്മളൊക്കെ നരകത്തിലാകോ എന്ന രൂപത്തിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണ് സംഭവം നടക്കുന്നത് എന്നതിനുള്ള ഒരു ഉത്തരം അന്വേഷിക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. കാരണം നമ്മുടെ വിശ്വാസം ശരിയല്ല, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടല്ലെങ്കിൽ അത് ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പം അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ചിലപ്പോൾ ദാനം ചെയ്യുന്നുണ്ടാവും, അവർ ബാക്കിയുള്ള മനുഷ്യന്മാർക്ക് പരോപകാരം ചെയ്യുന്നുണ്ടാകും, പല രൂപത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ടാകും. പക്ഷേ അതൊക്കെ അവർക്ക് ഉപകാരപ്പെടും എന്നാണ് ചിലർ വിചാരിക്കുന്നത്. പക്ഷെ അത് യഥാർത്ഥത്തിൽ അവർക്ക് ഉപകാരപ്പെടില്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്താണ്. കാരണം എന്താണ്, അവർ ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ടുന്ന ഒരു ദൗത്യം ഏകദൈവ ആരാധന, ആ അടിസ്ഥാനപരമായ വിശ്വാസം, നമ്മളെ സൃഷ്ടിച്ച സ്രഷ്ടാവിനുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുക, അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ആ സ്രഷ്ടാവിനെ പരിഗണിക്കാതെ, ആ സ്രഷ്ടാവിനെ കുറിച്ച് ചിന്തിക്കാതെ, ആ സ്രഷ്ടാവിനെ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആ സ്രഷ്ടാവ് കൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെ, അതനുഷ്ഠിക്കാതെ നമ്മൾ മറ്റുള്ള മനുഷ്യരോട് അവരുടെ അവകാശങ്ങൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരോട് ദയ കാണിക്കുന്നു, അവരോട് പരോപകാരം ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം എന്തുണ്ടാവില്ല, പരലോകത്ത് രക്ഷയുണ്ടാവില്ല എന്നതാണ്. അങ്ങനെ അള്ളാഹുവിനെ അവർ കണ്ടുമുട്ടുന്ന സമയത്ത് എന്താണ്, ഇവരുടെ ഈ കർമ്മങ്ങളൊക്കെ നിഷ്ഫലമായി എന്ന് ഇവർക്ക് മനസ്സിലാവും. കാരണം ഏറ്റവും അടിസ്ഥാനപരമായി അള്ളാഹുവിന് കൊടുക്കേണ്ടതിന് അവകാശം അവർ കൊടുത്തില്ല, അവർക്ക് അവിടെ ഒന്നും കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു പാഠം കൂടി അതിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിശ്വാസികൾ എന്ന അർത്ഥത്തിനേക്കാൾ നമ്മൾ സത്യനിഷേധി എന്നുള്ള അർത്ഥമായിരിക്കും ഒന്നുകൂടി കഫർ അല്ലെ. നമ്മൾ സംസാരിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ അർത്ഥങ്ങൾ പറഞ്ഞു പോകുന്നതിൽ മാറുന്നുണ്ടാവും. പക്ഷെ അവിടെ ഉദ്ദേശിക്കുന്ന സത്യനിഷേധി എന്നുള്ളതാണ്. അഥവാ ഒരു സത്യം മനസ്സിലാക്കിയതിനു ശേഷം
അത് ശരിയാണെന്നുള്ളതിനെ പറ്റി ഒരു സൂചന മനസ്സിൽ കിട്ടിയതിന് ശേഷം അത് ശരിയാവാനുള്ള സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം അതിനെ പുറംതിരിയാണ്, ഒഴിവാക്കി വിടുകയാണ്. ഞാൻ അതിനെപ്പറ്റി ആലോചിക്കൂല, ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കൂല, ഞാൻ അതിലേക്ക് പ്രവേശിക്കൂല എന്ന അർത്ഥത്തിൽ ഞാൻ അത് ഒഴിവാക്കുകയാണ്. ഈ ആളുകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ അത്തരത്തിൽ സൂചിപ്പിക്കുന്നത് കാഫിറുകൾ എന്ന അർത്ഥത്തിൽ ഇവരാണ്. ഇതല്ലാത്ത ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ സൂറത്ത് അറാഫിലൊക്കെ നമ്മൾ പറയുന്ന ഇതല്ലാത്ത, സത്യത്തെ പറ്റി അറിയാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ പരലോകത്തെത്തിയാൽ ഒരു രണ്ടിലേക്കും, നന്മയിലേക്കും തിന്മയിലേക്കും ചേർത്ത് വെക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. മാത്രമല്ല ഇപ്പോ ഖുറാനിലൊരു വചനമുണ്ട്, നമുക്ക് കാണാം, വമാ കുന്ന മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. ഒരു റസൂലിനെ നമ്മൾ അയച്ചതിനു ശേഷമല്ലാതെ ഒരു സമൂഹത്തെയും നാം ശിക്ഷിക്കുകയില്ല. അവിടെ വളരെ കൃത്യമാണ് അതിലെ, അതായത് ഒരു താക്കീതുകാരൻ വരുന്ന സമൂഹത്തെയാണ് അവർ ശിക്ഷിക്കുക, ആ താക്കീത് ലഭിച്ചതിന് ശേഷം അത് നിഷേധിച്ചതുകൊണ്ട്. അതെ, അത് പടച്ചതമ്പുരാൻ നീതിമാനാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ചേർത്ത് മനസ്സിലാക്കുക. ഇനി സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ, അവർ ശരിക്കും അതിന് എലിജിബിൾ അല്ലേ എന്ന് കൂടെ ഒന്ന് ആലോചിച്ച് വെക്കുക. അതായത് എനിക്കെല്ലാം നൽകിയത് എൻ്റെ പടച്ചവനാണ്, എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ പടച്ചവനാണ്. ആ പടച്ചവനാണ് എന്നെ അയച്ചു എന്നുള്ളതും, അവൻ എനിക്ക് കാണത്തക്ക രീതിയിൽ ഒരു സന്ദേശം എൻ്റെ ചുറ്റുപാട് വെച്ചിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലായിട്ട് അവൻ നൽകിയ സകല പ്രിവിലേജുകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് മനസ്സിലാവാണ് അവൻ തന്നെ എന്തോ ഒരു വഴി എനിക്കിങ്ങനെ തന്നിട്ടുണ്ട്, ആ വഴിയിലൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അയച്ചിട്ടുള്ളത് മനസ്സിലാവാണ്. ആ മനസ്സിലാകുന്ന സമയത്ത് നമ്മളിതിലൂടെ പുറംതിരിയാണെങ്കിൽ, എല്ലാ അനുഗ്രഹങ്ങളും ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അവൻ തന്ന വഴിയെയും അവനോട് നന്ദി കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതിനുള്ളൊരു അവസരം നമ്മൾ മുന്നിലേക്ക് വന്നിട്ട് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ, സ്വാഭാവികമായിട്ടും അവരെന്ത് ഈ ഒരു നേരത്തെ പറഞ്ഞ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകാനും ആ ശിക്ഷ അനുഭവിക്കാനും യോഗ്യരാണെന്നുള്ളത് തന്നെയാണ്. അവിടെ പ്രവർത്തനങ്ങൾ എത്രത്തോളമാണ് നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളമാണ് ഒന്നും കാണാൻ കഴിയാത്തെന്നുള്ളത് പടച്ചവൻ വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തത്. അവിടെയാണ് നേരത്തെ പറഞ്ഞ ആ ലുലുമാത്ത്, ഇരുട്ടുകൾ എന്ന് പറയുന്ന ഒരു ഉപമ വരുന്നത്. ഒന്നും കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കാണാൻ കഴിയില്ല. സത്യം ഇങ്ങനെ അവരെ മുഖത്ത് നോക്കി നിൽക്കുന്നുണ്ടാവും, എന്നാലും അവർക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഈ ആഴക്കടലിന്റെ എക്സാമ്പിൾ പറഞ്ഞത് പറഞ്ഞാൽ, ഖുർആൻ തന്നെ പറയുന്നതാണ് കൈമുഖത്തേക്ക് ആക്കിയാൽ അത് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിലൊരു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ, ഈ ടിം മാൾട്ടിൻ എന്ന് പറയുന്ന ഒരു ടൈറ്റാനിക് എക്സ്പേർട്ട് ഉണ്ട്. ഇപ്പൊ ടൈറ്റാനിക് എക്സ്പേർട്ട് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ, അല്ലെങ്കിൽ ടൈറ്റാനിക്കുമായി ബന്ധപ്പെട്ട പഠനം തന്നെ ഓഷ്യനോഗ്രഫിയിൽ നമുക്ക് കാണാൻ കഴിയും, സമുദ്രശാസ്ത്രത്തിൽ കാണാൻ കഴിയും. അത് ടൈറ്റാനിക്കിന്റെ ഒരു മുങ്ങാനുള്ള കാര്യങ്ങളും കാരണങ്ങളും, അതെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് മേഖല കാണാൻ. ഇപ്പൊ ടൈറ്റാനിക് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളാണ് ഈ ടിം മാൾട്ടിൻ എന്ന് പറയുന്നത്. ടിം മാൾട്ടിൻ കടലിന്റെ അടിത്തട്ടിനെ പറ്റി പറയുന്ന വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സിൽ ഇപ്പൊ പറഞ്ഞു വരുന്നതിൽ അവസാനം ഇപ്പൊ പറയുന്നത് പറഞ്ഞാല് സെയിം വാക്കാണ്. നിങ്ങളിപ്പോ നിങ്ങളെ കൈ ഒരു കാഷ്വൽ സംസാരിച്ചു വേണം നിങ്ങളിപ്പോ കൈ പുറത്തേക്ക് ഇട്ടാൽ അതുപോലും കാണാൻ കഴിയില്ലെന്ന് പറയുന്നത്. അതായത് ഒരു ടൈറ്റാനിക് എക്സ്പേർട്ട് ടൈറ്റാനിക്കിനെ പറ്റിയിട്ടും കടലിന്റെ അടിത്തട്ടിനെ പറ്റിയിട്ടും പഠിച്ചു വരുമ്പോൾ ഏതൊരു എക്സാമ്പിൾ ആണോ മൂപ്പർക്ക് അവിടെ ആപ്റ്റായി തോന്നുന്നത്, അതേ എക്സാമ്പിൾ ആണ് 1500 വർഷം മുമ്പ് പടച്ചതമ്പുരാൻ അവിടെ കൊടുത്തു എന്നുള്ളതാണ്. നിങ്ങളുടെ കൈ പുറത്തേക്കിട്ടാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു ശാസ്ത്രീയമായ അതിൻ്റെ ഒരു, നമ്മളെപ്പോഴും പറയല്ലോ വിശുദ്ധ ഖുർആനിൽ ശാസ്ത്രം ചോദിക്കുമ്പോൾ ഖുർആൻ ഒരിക്കലും ശാസ്ത്രം പറയാൻ വേണ്ടി ശാസ്ത്രം പറയുന്ന ഗ്രന്ഥമല്ല. ഇവിടെ പോലും എന്താണ്, ഒരു കർമ്മത്തിന്റെ ഉദാഹരണം പറയാൻ വേണ്ടിയിട്ടുള്ള സമയത്താണ് ഈ പ്രപഞ്ചത്തെ പറ്റി പടച്ചവൻ വിശദീകരിക്കുന്നത്. പക്ഷെ ആ വിശദീകരണം അക്യുറേറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. എന്താണോ പറയുന്നത് അത് കറക്റ്റ് അക്യുറേറ്റ് ആയി ഒരു അണുവിട പോലും മാറ്റമില്ലാതെ അവിടെ ഉപയോഗിക്കേണ്ട പദം തന്നെ ഉപയോഗിച്ച രീതിയിലായിരിക്കും അത് പറയാന്നുള്ളതാണ്. നമുക്കിവിടെ മനോഹരമായിട്ട് കാണാൻ കഴിയുന്നതാണ്. ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾക്ക് അവിശ്വാസികളുടെ കർമ്മങ്ങളെ അല്ലെങ്കിൽ അവിശ്വാസികളുടെ ജീവിതത്തെ കാണാൻ കഴിയുമ്പോൾ ശരിക്കും അത് മനസ്സിലാവും. അതെ, എത്രത്തോളമാണ് ഇത് മനസ്സിലാക്കാൻ പറ്റാതെ ഇരിക്കുന്നത്. അതും അവിടെ മുന്നിൽ പല പല ലെയറുകളായിട്ടാണ് ഇരുട്ട് സംഭവിക്കുന്നത്. പല പല കാരണങ്ങൾ കൊണ്ട്. ഒരു മനുഷ്യന്റെ ലൈഫ് ഒറ്റ കാരണത്തിൽ മാത്രം ബദ്ധിതല്ലോ. അവിടെ ഖുർആൻ പറയുന്നു, സൂര്യന്റെ വെളിച്ചം വരുന്ന വേളയിൽ സൂര്യന്റെ വെളിച്ചത്തിന് ആദ്യം ബ്ലോക്ക് ചെയ്യുന്ന ആരാണ്? മേഘാണ്, അല്ലെങ്കിൽ അന്തരീക്ഷമാണ്. അന്തരീക്ഷം ബ്ലോക്ക് ചെയ്തതിനു ശേഷം കടലിലേക്ക് എത്തുന്നു. കടലിൽ ആദ്യം വന്നതിന് ശേഷം കടലിലെ ഉപരിതലത്തിലെ തിരമാല കൊണ്ട് അത് വീണ്ടും കുറച്ച് നഷ്ടപ്പെട്ടു പോകുന്നു. വീണ്ടും ഉള്ളിലേക്ക് എത്തുന്നു. വീണ്ടും ഉള്ളിൽ തിരമാലകളുണ്ട്, അതിലൂടെ അത് വീണ്ടും നഷ്ടപ്പെടുന്നു. അങ്ങനെ അവസാനം ഒരു കുറച്ച് മീറ്ററുകൾ പോയി കഴിഞ്ഞാൽ ശേഷം നമുക്ക് അവിടെ ലൈറ്റേ കാണാൻ പറ്റില്ല, സീറോ ആണ്. നമ്മളൊരു ഇരുട്ടിനെ സങ്കല്പിക്കുന്നതിനേക്കാൾ ഭയാനകമായ തീവ്രമായ ഇരുട്ടാണ് അവിടെ. പടച്ചവൻ പറയുന്നു, ഇങ്ങനെ പല പല ലെയറുകളിലൂടെ സൂര്യപ്രകാശം കടലിന്റെ അടിയിലേക്ക് വരുമ്പോൾ ഇല്ലാതാകുന്നത് പോലെ
ഇവരുടെ മുന്നിൽ പല പല കാരണങ്ങൾ, പല പല കൺസേൺസ് ആയിരിക്കും ഉണ്ടാവുക. അത് നോക്കണം, ഇത് നോക്കണം, ഇത് വിശ്വാസം ശരിയാവില്ല, ഞങ്ങളെ ഉപ്പമാർ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഞങ്ങളെ നാട്ടുകാർ ഇങ്ങനെ വിശ്വസിക്കുന്നു, എൻ്റെ കുടുംബക്കാരിങ്ങനെ വിശ്വസിക്കുന്നു, എനിക്ക് വിശ്വാസം ചെയ്യിച്ച് ഇങ്ങനെ പ്രയാസം ഉണ്ടാവും, അങ്ങനെ പ്രയാസം ഉണ്ടാവും. ഇങ്ങനെ പല പല ലേയേഴ്സ് ആയിരിക്കും ഇവർക്ക് ഇത് തടയാനുള്ളൊരു കാരണം. അങ്ങനെ കടലിന്റെ അടിയിലേക്ക് സൂര്യപ്രകാശം പല പല ലെയറുകളിലും തട്ടില്ലാതാകുന്നത് പോലെ ഇവരുടെ ജീവിതത്തിലേക്ക് ആ ഒരു പ്രകാശം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാവുക എന്നുള്ളതാണ്. അഥവാ സീറോയിലേക്ക്, പൂർണ്ണമായ ഇരുട്ടിലേക്ക് അവർ എത്തുക എന്നുള്ളതാണ്. അതിന് ചില കാരണങ്ങളുണ്ട് എന്തുകൊണ്ട്. ഇപ്പൊ അള്ളാഹു തന്നെ പറയണ്ടല്ലോ, നാം ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അവർക്ക് പ്രകാശം ഉണ്ടാവില്ല എന്ന് പറയണ്ടല്ലോ. അതിന് അവരുടെ തന്നെ മനോഭാവമാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അവർ പ്രകാശം കണ്ടാൽ അത് പ്രകാശമാണെന്ന് സമ്മതിക്കാൻ അവർ തയ്യാറല്ല. അത് പ്രകാശമായി കണ്ട് ആ പ്രകാശത്തിൽ കാണുന്ന ഒരുപാട് വസ്തുക്കളും കാണുന്ന വഴികളും അതിലൂടെ നിന്ന് സഞ്ചരിക്കാനും അവർ തയ്യാറല്ല. അതുകൊണ്ട് എന്താണ് അവർക്ക് അള്ളാഹു ആ നൂറ് കൊടുക്കുക, അതുകൊണ്ടാണ് അവർക്ക് കൊടുക്കാറ്. അത് അള്ളാഹു നൽകാൻ തയ്യാറാണ്. അതെ, അള്ളാഹു പക്ഷെ അവർ ഇപ്പോ വിശുദ്ധ ഖുർആനിലെ ചില സാധനങ്ങളിലെ പ്രയോഗങ്ങൾ കാണാൻ കഴിയും. അള്ളാഹു ഹിദായത്ത് നൽകാത്തവർക്ക് ഹിദായത്ത് കിട്ടൂല, അല്ലെങ്കിൽ അള്ളാഹു ആണ് ഹിദായത്ത് നൽകുന്നവൻ. നമുക്ക് അതേ സമയത്ത് വിശുദ്ധ ഖുർആനിൽ അതിന്റെ എക്സ്പ്ലനേഷനും കാണാൻ കഴിയും. അള്ളാഹു ആണ് ഹിദായത്ത് കൊടുക്കുന്നവൻ, പക്ഷെ അള്ളാഹു ആർക്കാണ് ഹിദായത്ത് കൊടുക്കുക എന്നുള്ളതിൽ പറയുന്നുണ്ട്. അള്ളാഹു റാൻഡമായി സെലക്ട് ചെയ്യല്ല, യോഗ്യരായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യണം. അള്ളാഹു യഹ്ദി ഇലൈഹി മയ്യുനീബ്, ആരാണ് അള്ളാഹുലേക്ക് മടങ്ങുന്നവൻ അവർക്ക് അള്ളാഹു തആല ഹിദായത്ത് കൊടുക്കും. അതുപോലെ തന്നെ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സ്വഹീൽ ബുഖാരിയിലുള്ള ഒരു ഹദീസാണ്. അതിൽ യാ ഇബാദി യാ ഇബാദി, എൻ്റെ ദാസന്മാരെ എൻ്റെ ദാസന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്ന 10 പ്രാവശ്യത്തോളം എൻ്റെ ദാസന്മാരെ എന്ന് പറഞ്ഞാൽ അഭിസംബോധന ചെയ്യുന്നത്. അതിലൊരു ഒരു പരാമർശം ഹിദായത്തുമായി ബന്ധപ്പെട്ട അള്ളാഹു പറയാണ്, യാ ഇബാദി കുല്ലുക്കും ضالٌ ഇല്ലാ മൻ ഹദീതുഹു, എൻ്റെ ദാസന്മാരെ നിങ്ങളെല്ലാവരും വഴിയറിയാതെ തപ്പി തടഞ്ഞു നടക്കുന്നവരാണ്. ഇല്ലാ മൻ ഹദീതുഹു, നാം വഴി കാണിച്ചവരൊഴികെ, നാം ഹിദായത്ത് നൽകിയവരൊഴികെ. എന്നിട്ട് അള്ളാഹു പറയുന്ന ഫസ്തഹ്ദൂനി അഹ്ദിക്കും, നിങ്ങൾ എന്നോട് ഹിദായത്തിനോട് ചോദിക്കൂ, തരാം. നിങ്ങൾ എന്നോട് ഹിദായത്ത് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഹിദായത്ത് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് ഹിദായത്ത് തരുന്നതാണ്. അള്ളാഹു പ്രത്യേകം എടുത്ത് പറയണം, ഫസ്തഹ്ദൂനി അഹ്ദിക്കും, എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹിദായത്ത് തരാന്നുള്ളത്. വേറെ സ്ഥലത്ത് ഖുർആനിൽ കാണാൻ കഴിയും, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന, ആരാണോ ദൈവമാർഗത്തിൽ ധർമ്മസമരത്തിലേക്ക് വരുന്നത് അവർക്ക് അള്ളാഹു തആല എന്ത് ചെയ്യും, വഴി കാണിച്ചു കൊടുക്കുന്നതാണ്. ഒരു അന്വേഷണം എന്നുള്ള, ആ അന്വേഷിച്ച ഒരു കാര്യം സത്യമാണെന്ന് മനസ്സിലാക്കിയാൽ തൻ്റെ അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസങ്ങളും മനസ്സിലാക്കലുകളിലും പിഴവുകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ അത് തിരുത്താനുള്ള ഒരു സന്നദ്ധത ഓപ്പൺ മൈൻഡെങ്കിലും മതി നമുക്ക്. അതായത് സത്യം ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ആവൂല സത്യം എന്നൊരു ചിന്തയും ശരിക്കും എന്താണ് അന്വേഷിക്കാനുള്ള ഒരു ത്വരയും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പടച്ചതമ്പുരാൻ നമ്മളെ ഹിദായത്തിലേക്ക് എത്തിക്കുന്നുള്ളതാണ്. അതാണ് അവിടെ ആർക്കാണോ അള്ളാഹു പ്രകാശം നൽകിയത് അവർക്ക് മാത്രമേ പ്രകാശം ലഭിക്കൂ എന്നുള്ളൊരു ഒരു മെസ്സേജിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിനും ശാസ്ത്രീയമായ ഒരു എലമെന്റ് ഉണ്ട് കേട്ടോ. മീൻസ് ഈ കടലിന്റെ എക്സാമ്പിൾ പറഞ്ഞതിന് ശേഷമാണല്ലോ അത് പറയുന്നത്. നമുക്ക് ഈ കടലിന്റെ അടിത്തട്ടുകളിൽ ശരിക്കും ഒന്ന് കടൽ എന്ന് പറഞ്ഞാൽ ഒരു 90% ഗ്രേ ഏരിയ ആണ് ഇപ്പോഴും. നമ്മൾ ഈ ആസ്ട്രോണമിയെ പറ്റി വിശാലമായി പോയത്ര പോലും നമുക്ക് കടലിന്റെ അടിയിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അവിടെ അതിഭയങ്കരമായ ശൈത്യമാണ്. തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ തണുപ്പാണ്. പ്ലസ് ഇരുട്ടും കാരണം, പ്രഷറും കാരണം. മനുഷ്യനിപ്പോ ടൈറ്റാനിക് കാണാൻ പോയ ടൈറ്റാൻ എന്ന് പറയുന്ന ഒരു പേടകം അത് ഇല്ലാതെയല്ലോ, ഇംപ്ലോഡ് ചെയ്തിട്ടാണ് ഇല്ലാതായത്. നമ്മള് ആകാശത്തേക്ക് വിട്ട പൊട്ടിത്തെറിക്കുക. ഇത് ഇംപ്ലോഡ് ഉള്ളിലേക്ക് അങ്ങോട്ട് ജാമായിട്ടാണ് ഇല്ലാതായത്. അഥവാ അതിന്റെ അനിമേഷൻ വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒന്നുമില്ല, വളരെ ചെറിയ സെക്കൻഡ്, നമ്മൾ കണ്ണടക്കുന്നതിനേക്കാൾ കുറവ് സെക്കൻഡിലാണ് ഇതിന്റെ ഇംപ്ലോഷൻ നടക്കുന്നത്. ആ ഒരു വലിയൊരു പേടകം പൂർണ്ണമായിട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് ജാമായിട്ട് ആളുകളുടെ എല്ലും രക്തവും പോലും ഇല്ലാതാകും. മീൻസ് ഒരു നമുക്ക് വിസിബിൾ ആകാൻ പറ്റാത്ത രീതിയിലാണ് ഇല്ലാതാവുകയാണ്. അപ്പൊ അത്രമേൽ പ്രഷറാണ് അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ കടലിന്റെ അടിത്തട്ടിനെ പറ്റി പഠിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ കഴിയുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് വളരെ ഗവേഷണങ്ങൾക്ക് ശേഷമാണ് ഈ ടൈറ്റാൻ എന്ന് പറയുന്ന ഒരു പേടകം ഉണ്ടാക്കുകയും അത് ടൈറ്റാനിക്കിന്റെ അടുത്തേക്ക് പോകാന്നുള്ള തീരുമാനം അവർക്ക് ചെയ്ത് ഒരുപാട് ഗവേഷണങ്ങൾക്ക് ശേഷമാണ് ഇന്നും ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്ന, നമുക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ നമുക്ക് അത്രയും പ്രയാസമാണ് കടലിന്റെ അടുത്ത് എത്തിച്ചേരാൻ. ഈ കടലിന്റെ അടിത്തട്ടിനെ പറ്റി നമുക്ക് അറിയുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള അറിവുകളുണ്ട്. ആ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ തീരെ ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞല്ലോ, തീരെ പ്രകാശമില്ല എന്ന് പറഞ്ഞല്ലോ. ആ പ്രകാശമില്ലാത്ത കടലിന്റെ താഴെ ചില ജീവികൾ അതിജീവിക്കുന്നുണ്ട്. അവർക്ക് പ്രകാശമുണ്ട്, അവർ പ്രഷറിനെ അതിജീവിക്കുന്നുണ്ട്. വളരെ ചെറിയ ജീവികളാണ്. ഇത്ര ശക്തിയുള്ള മനുഷ്യന്മാർ പോയാലും, ആന പോയാൽ പോലും, നമ്മൾ ഈ ലോകത്ത് എന്തൊക്കെയാണോ കരുത്തിന്റെ മാനദണ്ഡമായിട്ട് പറയുന്നത്, ഏത് കരുത്തിൽ സാധനം പോയാൽ പോലും അവിടെ ജീവിക്കില്ല. പക്ഷെ അവിടെ വളരെ ചെറിയ ജീവികൾ ജീവിക്കുന്നുണ്ട്. അവക്ക് ലൈറ്റ് ഉണ്ട്, അവക്ക് പ്രകാശമുണ്ട്, ഫ്ലോറസെന്റ്, ബയോലുമിനസൻസ് ആയിട്ടുള്ള ഒരുപാട് ജീവികൾ അവിടെ ജീവിക്കുന്നത്. അതാ അവക്ക് അള്ളാഹു തആല പ്രകാശം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവിടെ പോലും പടച്ചവന് പ്രകാശം കൊടുക്കാൻ കഴിയുന്നതാണ്. അപ്പൊ
കുറച്ച് മീറ്ററുകൾ പോയാൽ പൂർണ്ണമായി ഇരുട്ടാകുന്ന കടലിന്റെ കിലോമീറ്ററുകൾ താഴെ, മീറ്ററുകളല്ല കിലോമീറ്ററുകൾക്ക് താഴെ പടച്ചോൻ ഉദ്ദേശിച്ചെങ്കിൽ അവിടെ പോലും അവന് പ്രകാശം കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ലോകത്തെ സാഹചര്യങ്ങളെ പറ്റി നോക്കുമ്പോൾ ആ സാഹചര്യത്തിലുള്ള ആൾക്ക് ഒരിക്കലും ഹിദായത്ത് കിട്ടില്ല നമുക്ക് പറയാൻ പറ്റില്ല. ആ പടച്ചോൻ ഉദ്ദേശിച്ചെങ്കിൽ ഏത് സാഹചര്യത്തിലുള്ള ആൾക്കും ഹിദായത്ത് കൊടുക്കാൻ അവന് കഴിയുന്നു. പക്ഷെ പടച്ചോൻ ഉദ്ദേശിക്കണമെങ്കിൽ എന്ത് വേണം? മനുഷ്യന്മാരുടെ ഭാഗത്തുനിന്ന് ആ ഒരു സന്നദ്ധത വേണമെന്നുള്ള ഒരു സംഭവമാണ് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളെ അള്ളാഹു ഒരിക്കലും നേർമാർഗത്തിലാക്കുകയില്ല. അപ്പം ഞാൻ ഈ വിഷയത്തിൽ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ അക്രമത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുക? മറ്റൊരാളെ കൊല്ലുക, മറ്റൊരാൾക്ക് അവകാശപ്പെട്ട ഒരു കാര്യത്തെ നിഷേധിക്കുക, ഇതിനൊക്കെയാണ് നമ്മൾ അക്രമം എന്ന് പറയുക. ഇപ്പോൾ ഒരാൾക്ക് അവകാശപ്പെട്ട വീട് അയാളിൽ നിന്നും നമ്മൾ തട്ടിപ്പറിച്ചെടുക്കുമ്പോൾ അത് അക്രമമാണ്. ഒരാൾക്ക് അവകാശപ്പെട്ട എന്തെങ്കിലും സമ്പത്ത്, സ്ഥലം അയാളിൽ നിന്ന് അതിക്രമിച്ചതെടുക്കുമ്പോൾ അത് അക്രമമാണ്. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന അക്രമം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. നേരെ മറിച്ച് നമ്മളെ സൃഷ്ടിച്ച സ്രഷ്ടാവിനോട് കാണിക്കുന്ന ഒരു അക്രമമാണ്. അതായത് ഇങ്ങനെ ഒരു സ്രഷ്ടാവ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാലും അവനെ അനുസരിക്കാൻ എനിക്ക് തോന്നണില്ല എന്നൊരാൾ പറയാം, അല്ലെങ്കിൽ ഞാൻ അവനൊന്നും അനുസരിക്കൂല എന്നൊരാൾ പറയണം. അതിനേക്കാൾ വലിയ അക്രമം എന്താണ്? കാരണം നമുക്കെല്ലാം തന്ന പടച്ചവനോടാണ് ഇത് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മറ്റുള്ള ഒരാളുടെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒരാളുടെ സമ്പത്ത് അപഹരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് അക്രമമാണെന്നുള്ളത് ശരിയാണ്. അത് വലിയ അക്രമമായിട്ട് പലർക്കും തോന്നും ചെയ്യും. ഈ പടച്ചവനോട് അക്രമം കാണിക്കുന്നവർക്കും അത് അക്രമമായിട്ട് തോന്നും. പക്ഷേ അവരാരും ചിലപ്പോൾ നമുക്ക് വലിയ ഉപകാരങ്ങളൊന്നും ചെയ്തവരായിക്കൊള്ളുന്നില്ല. കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ആളോട് ചെയ്യുന്ന അക്രമമാണത്. അതെ, അതുപോലും വലിയ തെറ്റായിട്ടാണ് പലരും കാണുന്നത്, ഈ ദൈവവിശ്വാസം ഒന്നും ഇല്ലാത്ത ആളുകൾ പോലും. പക്ഷെ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന ഒരു ദൈവത്തിനോട്, ഒരു സ്രഷ്ടാവിനോട് അക്രമം കാണിച്ച് അങ്ങനെ നടക്കുന്ന ഒരാൾക്ക് പിന്നെ അള്ളാഹ് എന്തിനാണ് ഹിദായത്ത് കൊടുക്കേണ്ടത്? ഇപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരാളെ ദ്രോഹിച്ചു, അടുത്തൊരാളും ദ്രോഹിച്ചു, രണ്ടാളും ദ്രോഹിച്ചു. എനിക്ക് മുന്നേ കാഴ്ച ഉണ്ടായിരുന്നില്ല. എനിക്ക് ലോകത്തിൻ്റെ നിറങ്ങളെ പറ്റി അറിയില്ലായിരുന്നു, എനിക്ക് ആകൃതികളെ പറ്റി അറിയില്ലായിരുന്നു. ഒരു ആന എന്ന് പറഞ്ഞാൽ വിവരണങ്ങളിലൂടെ കേട്ട് ചിത്രം സങ്കല്പിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മാത്രം കേട്ടു പോകുന്ന ഒരാളായിരുന്നു ഞാൻ. നീലയും പച്ചയും മഞ്ഞയും കറുപ്പും ഒക്കെ എനിക്ക് ഒരേപോലെ ആയിരുന്നു. എനിക്ക് നിറങ്ങളെ പറ്റിയൊരു സങ്കല്പം പോലും ഇല്ല. നമ്മൾ ഈ അന്ധരായിട്ടുള്ള ആളുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. സങ്കല്പനത്തിനൊരു അടിസ്ഥാനമാണല്ലോ. വൃത്തം എന്ന് പറഞ്ഞാൽ വൃത്തത്തെപ്പറ്റി കേവലം ചിന്തിക്കാൻ പോലും പറ്റില്ല. ഓല മനസ്സിലുള്ള വൃത്തം എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് തൊടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഒരു ആകൃതിയെ പറ്റിയുള്ള ഒരു കേവല ധാരണയാണ്, ഈ സ്പർശനമായിട്ട് ബന്ധപ്പെട്ട ധാരണയാണ്. അവർക്ക് ഇമാജിനേഷൻ സ്വാഭാവികമായിട്ടും പറ്റില്ല. ഇങ്ങനത്തെ എനിക്ക് കണ്ണ് മാറ്റാൻ സഹായിച്ച, കണ്ണ് തന്ന ഒരാളും രണ്ടാമത്തെ ഒരാൾ, ഈ ആളാണ് എനിക്ക് കണ്ണ് തന്നത്. ഈ രണ്ടാമത്തെ ആളെയും ഒന്നാമത്തെ ആളും എനിക്കങ്ങനെ ബന്ധമൊന്നുമില്ലാത്ത സ്ട്രേഞ്ചറാണ്. ഈ രണ്ടുപേരെയും ഞാൻ അടിക്കുന്നത് ഒരേപോലെ കാണും? ഇല്ല. എനിക്ക് ഇത്ര മനോഹരമായ ഈ ലോകത്തെ കാണാൻ സഹായിച്ച ഈ രണ്ടാമത്തെ വ്യക്തിയെ ഞാൻ അടിച്ചത് വളരെ മോശമായിട്ടും വളരെ അധാർമികമായിട്ടും വളരെ വലിയ അക്രമമായിട്ടും നമ്മൾ കാണുള്ളൂ. ഒന്നാമത്തെ ആൾ അടിച്ചതും രണ്ടാമത്തെ ആൾ അടിച്ചതും ഒരേ ശക്തിയിലാണെങ്കിൽ പോലും ഈ ഒന്നാമത്തെ ആളോട് ചെയ്ത അക്രമത്തെക്കാൾ എത്രയോ വലുതായിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ആളോട് ചെയ്ത അക്രമത്തെ കാണുള്ളൂ. കാരണം നമുക്ക് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാൾ, അല്ലെങ്കിൽ നമുക്ക് അത്രയും നൽകിയ ഒരാൾ, ആ ആളോടാണ് നമ്മൾ നന്ദികേട് കാണിക്കുന്നത്. അവിടെയാണ് നേരത്തെ പറഞ്ഞ പടച്ചോനോട് ചെയ്യുന്ന അക്രമത്തിന്റെ ഒരു വലിപ്പം മനസ്സിലാക്കാൻ പറ്റുക. ഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. നിങ്ങൾക്ക് പടച്ചോൻ ചെയ്ത അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കണ്ണ് മാത്രമല്ല, അല്ലെങ്കിൽ കണ്ണോ കയ്യോ മൂക്കോ കാലോ, നിങ്ങൾ എണ്ണാൻ ശ്രമിച്ചാൽ, ലിറ്ററലി എണ്ണാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കത് എണ്ണാൻ സഹായിക്കില്ല. നമ്മൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നമ്മളെ ഹൃദയമിടിപ്പ് ഓരോ സമയം നമ്മൾ എണ്ണാന്ന് വിചാരിച്ചു, ഓരോ പ്രാവശ്യം പിടിക്കുമ്പോഴും നമ്മൾ എണ്ണാണ്. എന്നിട്ട് അതിന് അല്ലാഹുവേ നന്ദി എന്ന് പറയാന്ന് വിചാരിച്ചു. പക്ഷെ കഴിയൂല. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അല്ലാത്ത വേറെ എന്തെങ്കിലും അശ്രദ്ധ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഈ ഹൃദയമിടിപ്പിന് മാത്രം നന്ദി കാണിക്കാൻ അതുപോലെ നമുക്ക് പൂർണ്ണമായിട്ട് കഴിയും. ഹൃദയമിടിപ്പ് എന്ന് പറയുന്ന ശരീരത്തിൽ നടക്കുന്ന എത്രയോ പ്രക്രിയകളുടെ ഒരു ഭാഗം മാത്രമാണ്. ഇപ്പൊ അതേപോലെ ഈ നമുക്ക് എണ്ണാൻ കഴിയില്ല എന്ന് പറയുന്നതിന്റെ വേറെ ഉദാഹരണം പറയുമ്പോൾ ശരീരത്തിലെ കോശങ്ങൾ 37.2 ട്രില്യൺ എന്നാണ് പറയപ്പെടാറുള്ളത്. 37 ലക്ഷം കോടി കോശങ്ങൾ. ഈ കോശങ്ങൾ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയും? എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയും? ഒരു മനുഷ്യന്റെ ആയുസ്സിൽ ജനിച്ച അന്ന് മുതൽ എണ്ണിന്ന് വിചാരിച്ചോ? ഒരു സെക്കൻഡാണ് ഒരു സംഖ്യ എണ്ണ എടുക്കുന്നത് വിചാരിച്ചോ? ഒരു സെക്കൻഡാണ് എടുക്കുന്നത് വിചാരിച്ചാൽ ഒരു സെക്കൻഡ് കൊണ്ട് എണ്ണി തീർക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 1 കോടിക്ക് അപ്പുറമുള്ള സംഖ്യ എണ്ണാൻ ശ്രമിക്കുകയാണെങ്കിൽ, നമ്പർ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് നമ്പർ പറഞ്ഞു തീരില്ല. 1,10,55,750 പറയാൻ പറ്റൂല. ഇനി ഒരു സെക്കൻഡ് എടുക്കുന്നുള്ളൂ വിചാരിച്ചോ? നമ്മൾ 11 ലക്ഷത്തിലധികം വർഷം എടുക്കുന്നതാണ്. എത്ര മനുഷ്യകുലത്തിന്റെ അത്ര ഒരു അതിനോളം പ്രായം വരുന്നതാണ് ഒരു മനുഷ്യ ശരീരത്തിലെ കോശങ്ങളെ മാത്രം എണ്ണി തീർക്കാൻ. ഈ കോശങ്ങൾക്കുള്ളിൽ വളരെ ചെറിയ എത്ര ഭാഗങ്ങളുണ്ട്. നമ്മൾ ബയോളജി ക്ലാസ്സിന് പഠിക്കുന്നത് പോലത്തെ
ലൈസോസം, റൈബോസം, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നൊക്കെ പറഞ്ഞ് ഇത്ര ചെറിയ കോശം. ഒരു കോശത്തിനുള്ളിൽ ഇത്രയും സാധനങ്ങളുണ്ട്. ഈ ഓരോ സാധനങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. ഇനി കോശത്തിൻ്റെ വലുതിലോ കോശങ്ങൾ കൂടി ചേർന്ന് ടിഷ്യൂ ആവുന്നു. കോശത്തിനൊരു ജോലിയുണ്ട്, കോശത്തിൻ്റെ ഉള്ളിലെ ചെറിയ സാധനങ്ങൾക്ക് വേറെ ജോലിയുണ്ട്. ആ ചെറിയ സാധനങ്ങൾ കൂടി ചേർന്ന് കോശമാവും, ആ കോശത്തിനൊരു ജോലിയുണ്ട്. ഈ കോശങ്ങൾ കൂടി ചേർന്ന് ടിഷ്യൂ ആവും, ആ ടിഷ്യൂവിന് വേറെ ജോലിയുണ്ട്. ടിഷ്യൂകൾ കൂടി ചേർന്ന് ഓർഗനാവും, ആ ഓർഗന് വേറെ ജോലിയുണ്ട്. ഓർഗന് വേറെ ജോലിയാണ്, ഓർഗൻ എടുത്ത ടിഷ്യൂന് വേറെ ജോലിയാണ്. ഈ ഓർഗനുകൾ കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റം ആവും. അഥവാ നമ്മളെ റെസ്പിറേറ്ററി സിസ്റ്റം പോലെ, ഡൈജസ്റ്റീവ് സിസ്റ്റം പോലെ സിസ്റ്റങ്ങളാവും. ഈ സിസ്റ്റത്തിന് വേറെ ജോലിയാണ്. ഈ ഓർഗൻ സിസ്റ്റങ്ങൾ കൂടി ചേർന്ന് ഓർഗാനിസ് ആവും, അതിന് വേറെ ജോലിയാണ്. അനുഗ്രഹങ്ങളുടെ ഒരു വലിയൊരു കലവറയാണ് മനുഷ്യൻ കൊണ്ട് കിടക്കുന്നത്. ഇത് കൊണ്ടു കിടക്കുന്ന മനുഷ്യൻ ഇത് മുഴുവൻ ചെയ്തെന്ന് പടച്ചുകൊണ്ട് അക്രമം കാണിക്കുകയാണെങ്കിൽ അവൻ ഡിസേർവിങ് ആണെന്നുള്ളതാണ്. ഏത് രീതിയിലാണെങ്കിൽ അവൻ ആ പടച്ചവനെ അറിയാനുള്ളൊരു അവസരം കിട്ടിയിട്ട് ആ പടച്ചവനിലേക്കുള്ളൊരു വഴി അവൻ്റെ മുന്നിൽ ഇങ്ങനെ അങ്ങനെ സൂചനയായിട്ടെങ്കിലും വന്നിട്ട് അവൻ അതിനെ നിഷേധിച്ചുവെങ്കിൽ, അവൻ അതിനെ ഒഴിവാക്കിയെങ്കിൽ അവന് സ്വാഭാവികമായിട്ട് അവൻ തിരഞ്ഞെടുക്കുന്നതാണ് ആ ഇരുട്ടുകൾ. ആ ഇരുട്ടുകൾ അവൻ തിരഞ്ഞെടുക്കുന്നതാണ്, ആ പ്രവർത്തനത്തിൻ്റെ നിഷ്ഫലത അവൻ തിരഞ്ഞെടുക്കുന്നതാണെന്നുള്ളതാണ്. അത് അവൻ അർഹനാണെന്നത് ശരിക്കും നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമായി മാത്രമല്ല അത് ഭയങ്കര അഹങ്കാരമാണ്. ഇത്രമാത്രം വലിയൊരു അഹങ്കാരം മാറുണ്ടോ? ഇതൊക്കെ ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം അത് തന്ന പടച്ചവനെ നിഷേധിക്കുക. അത് തന്ന പടച്ചവൻ നന്ദികേട് കാണിക്കുക എന്ന് മാത്രമല്ല, പടച്ചവൻ ഉണ്ട് തന്നെ നിഷേധിക്കുന്ന ആളുകളും ഉണ്ടല്ലോ. അപ്പോൾ ഇത്രമാത്രം വലിയ നന്ദികേട് മാത്രമല്ല, അത് വല്ലാത്തൊരു അഹങ്കാരം കൂടിയാണ്. ആ അഹങ്കാരമൊക്കെ കാരണമാണ് അള്ളാഹു പറയുന്നത് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അക്രമികൾക്ക് ഒരിക്കലും, കാരണം അക്രമികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം അതാണ്. അവർക്ക് ഭയങ്കര അഹങ്കാരമായിരിക്കും. മറ്റുള്ളവരുടെ എല്ലാം പിടിച്ചു പറിക്കും, മറ്റുള്ളവർ തരുന്നൊക്കെ ഉപയോഗിക്കുകയും ചെയ്യും, അവരുടെ എല്ലാ അവകാശങ്ങളും ലംഘിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിലൊന്ന് അഹങ്കാരമാണ്. ആ അഹങ്കാരം നമ്മളിൽ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ആയത്തിന്റെ അവസാനത്തെ വമല്ലം യജഅലില്ലാഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ എന്ന് പറയുന്നതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അള്ളാഹു നൂറ് കൊടുക്കാത്ത, പ്രകാശം കൊടുക്കാത്ത ആർക്കും പ്രകാശം കിട്ടൂല. അത് ഭൗതിക ലോകത്ത് നമുക്ക് കടലിന്റെ അടിയിലുള്ള ഒരിക്കലും പ്രകാശം എത്താത്ത സ്ഥലത്ത് പോലും മിന്നി തിളങ്ങുന്ന ചെറിയ ജീവികളിലൂടെ നമുക്ക് മനസ്സിലാവും, ബയോലൂമിനസൻസിലൂടെ മനസ്സിലാവും. ഇനി നമ്മൾ ആത്മീയമായ ഇതിന്റെ അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ മനസ്സിലാവും. എന്തുകൊണ്ടാണ് ആത്മീയമായ അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ഈ ആളുകൾക്ക് അള്ളാഹു നൂറ് കൊടുക്കാത്തത്, ഹിദായത്ത് കൊടുക്കാത്തത് വെച്ചാൽ വളരെ സിമ്പിളാണ്. അവർ ദ്വാലിമുകളാണ്, ഒരു അക്രമം ചെയ്തവരാണ്. അവർ മറ്റൊരു സ്ഥലത്ത് കാണുമെങ്കിൽ അള്ളാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, തെമ്മാടികൾക്ക് അള്ളാഹു തആല എന്ത് ചെയ്യൂല, ഹിദായത്ത് കൊടുക്കില്ല. കാരണം അത് അവിടെ തെമ്മാടിത്തം കാരണമാണ്. അപ്പോൾ എന്തുകൊണ്ട് നൂറ് കിട്ടുന്നില്ല, എന്തുകൊണ്ട് ഹിദായത്ത് കിട്ടുന്നില്ല, പടച്ചോൻ പറയുന്നുണ്ട്. പടച്ചോൻ ചില ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കൂല. ആ കൊടുക്കൂല എന്നുള്ള പ്രയോഗത്തിലൊരു കാര്യം കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ക്ലാസ്, ഒരു ടീച്ചർ ഒരു മിഠായി കൊണ്ടുവന്നിട്ട് പറയാണ്, ഈ മിഠായി ഞാൻ ഇന്ന ആൾക്ക് കൊടുക്കൂല. അതിൽ പൊളിറ്റിക്കലി ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും, നമ്മൾ ടീച്ചർ പറയാന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കൂല. ആ പറച്ചിലിൻ്റെ ഒരു അർത്ഥം എന്താണ്? ടീച്ചർ കൊടുക്കുമായിരുന്നു, പക്ഷെ ഈ കുട്ടിയുടെ ഈ ട്രൈറ്റ് കാരണം, അല്ലെങ്കിൽ ഈ പ്രത്യേകത കാരണം അവരിങ്ങനെ ചെയ്തത് കൊണ്ട് കൊടുക്കൂല. വളരെ ലളിതമായിട്ട് പടച്ചോൻ പ്രകാശം കൊടുക്കുമായിരുന്നു, പടച്ചോൻ ഹിദായത്ത് കൊടുക്കുമായിരുന്നു, പക്ഷെ അവരിത് ചെയ്തതുകൊണ്ട്, അവരിങ്ങനെ അക്രമം ചെയ്യുന്നതുകൊണ്ട്, അവരിങ്ങനെ തെമ്മാടം ചെയ്യുന്നതുകൊണ്ട് അള്ളാഹു തആല എന്ത് ചെയ്യൂല, ഹിദായത്ത് കൊടുക്കില്ല. അള്ളാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ കൊണ്ടുവന്നുണ്ട്. അഥവാ സത്യനിഷേധികൾ. ഞാൻ നിഷേധിക്കാൻ തയ്യാറാവണം, ഞാൻ കാണൂല എന്ന് തീരുമാനിച്ചാൽ പടച്ചോൻ കൊടുക്കൂല. ഞാൻ കേൾക്കൂല, ഞാൻ കാണൂല. നമ്മൾ ഇതിന് മുന്നത്തെ തദബ്ബുർ സീരീസിൽ പറഞ്ഞൊരു ആയത്തുണ്ടായിരുന്നു, ഞാൻ കാണൂല, കേൾക്കൂല, ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കൂല എന്നുറപ്പിക്കുന്ന ആൾക്ക് അള്ളാഹു എന്ത് ചെയ്യൂല, ആ ഹിദായത്ത് കൊടുക്കൂല എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ആകത്തുകയായിട്ട് നമുക്ക് പറയാനുള്ളത്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഒരു തദബ്ബുർ സീരീസുമായി വീണ്ടും വരാം. ഏതായാലും ഈ ആയത്തിൽ പറഞ്ഞ ഈ വിഷയത്തെ വളരെ ഗൗരവത്തിൽ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രകാശം ലഭിക്കുന്നവർക്ക് മാത്രമാണ് യഥാർത്ഥ പ്രകാശം ലഭിക്കുകയുള്ളൂ. അള്ളാഹുവിൽ നിന്നുള്ള നേർമാർഗം ലഭിക്കുന്നവർക്ക് മാത്രമാണ് യഥാർത്ഥത്തിലുള്ള നേർമാർഗം ലഭിക്കുകയുള്ളൂ. ആ നേർമാർഗത്തിന് വേണ്ടി എപ്പോഴും നമ്മൾ അന്വേഷണത്തിലാകണം, തേട്ടങ്ങളിലാകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.